ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കറിയാണ്. ഈ പെരുന്നാളിന് നമുക്ക് ഇതുപോലൊരു ബീഫ് കറി തയ്യാറാക്കിയാലോ. അതും വിറകടുപ്പിലാണ് നമ്മൾ ഇന്നത്തെ ബീഫ് കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രം വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ നമുക്കൊരു അല്പം ഉപ്പ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് വലിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ പൊടിച്ചെടുത്ത മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് നമ്മുടെ കറിക്ക് കിട്ടുന്നതാണ്. ഈ ഒരു മസാല നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നതാണ്. നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫൊക്കെ നമ്മളൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം നമ്മുടെ ഈ ബീഫ് കറി. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒക്കെ ഒന്ന് തിളച്ച് ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറിയുടെയൊക്കെ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തിളഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.